പറോട്ടയും ബീഫ് ഫ്രൈയും കൊളസ്ട്രോൾ ഉയർച്ചയ്ക്കും ഫാറ്റി ലിവർക്കും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും നിങ്ങൾ പ്രധാന ഉത്തരവാദികളാണെന്ന് റിപ്പോർട്ട് പറയുന്നു. എന്താണ് നിങ്ങളുടെ മറുപടി? സർ, ഞാൻ റിഫൈൻഡ് കാർബാണ്. വേഗം ഗ്ലൂക്കോസ് തരാം. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഹൃദയം നശിപ്പിക്കില്ല. ഞാൻ പ്രോട്ടീൻ, ഇരുമ്പ്, B12 നൽകുന്നു. ശരിയായ രീതിയിൽ കഴിച്ചാൽ ശരീരത്തിന് സഹായം തന്നെയാണ്. അപ്പോൾ LDL ഉയരുന്നതും HDL കുറയുന്നതും ഫാറ്റി ലിവറും ഇതെല്ലാം എന്തുകൊണ്ട്? എണ്ണ അധികമായി കഴിച്ചാൽ ഇൻസുലിൻ പെട്ടെന്ന് ഉയരും. ഫാറ്റ് സ്റ്റോർ ചെയ്യൽ കൂടും, പ്രത്യേകിച്ച് മോശം എണ്ണയോടൊപ്പം. എന്റെ ഗുണം പാകം ചെയ്യുന്ന രീതിയിലും ഉപയോഗിക്കുന്ന എണ്ണയിലുമാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റും വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഓയിലും ഡീപ് ഫ്രൈ ചെയ്യുന്നതുമാണോ യഥാർത്ഥ കാര്യം? എന്നെ വീണ്ടും വീണ്ടും ചൂടാക്കിയാൽ ഞാൻ ഓക്സിഡൈസ് ചെയ്യും, ട്രാൻസ് ഫാറ്റായി മാറും. LDL ഉയർത്തും, HDL കുറയ്ക്കും. പതിയെ പതിയെ ആർട്ടറികളിൽ കഠിനമായ ഇൻഫ്ലമേഷൻ സൃഷ്ടിക്കും. അപ്പോൾ ഞാൻ അവനോടൊപ്പം ദിവസവും വന്നാൽ ഇൻസുലിൻ സ്പൈക്കും ഈ വിഷ ഫാറ്റും ചേർന്ന് നാശം കൂടുമോ? സ്റ്റേബിൾ ഫാറ്റിൽ പാകം ചെയ്ത് ബാലൻസ്ഡ് മീലായി കഴിച്ചാൽ ഞാൻ ആരോഗ്യത്തിന് ദോഷമല്ല. അവസാന വിധി: ഭക്ഷണം മാത്രം കുറ്റക്കാരനല്ല. തെറ്റായ പാചകരീതി, മോശം ഇൻഡസ്ട്രിയൽ എണ്ണ, അതാണ് യഥാർത്ഥ വില്ലൻ.